ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3 തരത്തിലുള്ള മസാല പീനട്ട് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന മസാല പീനട്ട് തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 200 ഗ്രാം കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും നമുക്കിതൊന്ന് നനഞ്ഞ് കിട്ടേണ്ടെന്ന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്തേക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കാം. വേറൊരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യമുള്ള മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. മസാലപ്പൊടികളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ കപ്പലണ്ടിയിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, അല്പം കറിവേപ്പില ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമ്മുടെ പീനട്ട് മസാലയ്ക്ക് നല്ല ഒരു കളറ് കിട്ടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ. ഇത്രയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് അവിടോട്ടൊന്ന് ഇരിക്കട്ടെ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി എടുക്കാം. ഞാനിവിടെ പുട്ടിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയും ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കപ്പലണ്ടിക്കകത്ത് നമ്മുടെ മസാലകളെല്ലാം ചേർക്കുമ്പോൾ അതിലോട്ട് നന്നായി അത് പിടിച്ചു കിട്ടും. അങ്ങനെ നമ്മുടെ കപ്പലണ്ടിയുടെ മിക്സ് കടലമാവിലോട്ടിട്ട് ഞാൻ സ്പൂൺ വെച്ച് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തെല്ലാം ഇത് ഒരുപോലെ ഒന്ന് പിടിച്ചു കിട്ടും. ഇനിയും ഒരു അല്പം വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഓരോ കപ്പലണ്ടിയും ഇത് നമുക്ക് സെപ്പറേറ്റായിട്ട് കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടുതലായി പോയാൽ ഇത് നമുക്കങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും. ഓരോന്നോരോന്നായിട്ട് കിട്ടാൻ പ്രയാസമാണ്. എന്തായാലും നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കൂടുതലൊന്നും ഇതിന് ആവശ്യമായിട്ട് വരത്തില്ല. അങ്ങനെ ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലുള്ള ഒരു തവിക്കകത്തോട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഡയറക്റ്റ് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോയാൽ ആദ്യം ഇടുന്നത് ആദ്യം അങ്ങ് മൂത്ത് പോകും. അപ്പോൾ ഒരുപോലെ നമുക്കിത് മൂത്ത് കിട്ടാൻ പ്രയാസമായിട്ട് വരും. ഈ രീതിയിലൊന്ന് ചെയ്താൽ നമ്മുടെ കയ്യിൽ എണ്ണ തെറിക്കത്തുമില്ല. അപ്പോൾ നമ്മൾ ഒരു വറപ്പിനുള്ളത് ഇതുപോലെ അങ്ങ് റെഡിയാക്കി വെക്കാം. ഫസ്റ്റ് ബാച്ച് നമുക്ക് റെഡിയായി വരുമ്പോഴേക്കും അടുത്ത വറപ്പിനുള്ളതും ഇതുപോലെ ചെയ്ത് വെക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പരന്ന പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണം കൂടി. അങ്ങനെ ഞാനിത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യമേ നമ്മളങ്ങ് ഇളക്കാൻ പാടില്ല. ഇതിപ്പം ഞാനൊരു അല്പം കഴിഞ്ഞാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത്. 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ആദ്യം നമുക്കിതല്പം ക്രിസ്പി ആയിട്ട് തോന്നിയില്ല എങ്കിലും നമുക്കിത് ചൂടാറുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ സെക്കൻഡ് ബാച്ച് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് അനക്കി ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാകും. അല്പം കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ പീനട്ട്സ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ പീനട്ട് മസാല അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സോൾട്ടഡ് പീനട്ട്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു പാനിൽ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 180 ഗ്രാം കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാനതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ്
ഒന്ന് മാറ്റി വയ്ക്കും. നന്നായി ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. അപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ഉപ്പാണ്, ഇത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഒന്നും പേടിക്കേണ്ടുന്ന കാര്യമില്ല. ഇത് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഈ ഉപ്പൊക്കെ അങ്ങ് സെപ്പറേറ്റ് ആയിക്കോളും. ഏകദേശം ഒരു 8 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് അടിയിൽ പറ്റാതെ നമുക്ക് ഈ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പൊക്കെ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പീനട്ട് മസാലയെക്കാളും വളരെ ടേസ്റ്റിയാണ് ഈ സോൾട്ടഡ് പീനട്ട്സ്. നമ്മൾ ഇത് പ്രത്യേകിച്ച് ഇതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പ് മാത്രമേ അല്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം, ഇത് തൊലിയൊക്കെ ഇളകി വരുന്നുണ്ട്. നന്നായി ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സോൾട്ടഡ് പീനട്ട്സും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഉപ്പ് നമുക്ക് ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ബേക്കിങ്ങിനുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉപ്പ് മാറ്റിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരു 150 ഗ്രാം കപ്പലണ്ടി ഈ ഉപ്പിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ കപ്പലണ്ടി വറുത്തെടുക്കുന്ന പോലെ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അടുത്ത മസാല കപ്പലണ്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സോൾട്ടഡ് പീനട്ട്സ് ആണ്. ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചൂടൊന്ന് ആറിക്കിട്ടിട്ട് നമ്മുടെ കപ്പലണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പലണ്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചൂട് മാറി കിട്ടാനായിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ തൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഞാനിതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടപ്പുള്ള ഒരു പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയും ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് നന്നായി ഒന്ന് കുലുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയും നാരങ്ങ നീരുമെല്ലാം ഒരുപോലെ എല്ലായിടത്തും ആയി കിട്ടും. ഇനിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അല്പം കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അല്പം ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിനകത്തിട്ട് വറുത്ത കപ്പലണ്ടി ആണെങ്കിലും അതിൽ കൂടുതൽ ഉപ്പൊന്നും പിടിക്കത്തില്ല. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ച് നല്ല രീതിയിൽ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ കപ്പലണ്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.